പപ്പ പിടിച്ചേ ഓടിക്കോ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് ഇല്ലിക്കൽ കല്ലാണ്. അപ്പോൾ ഞങ്ങൾ താഴ്ന്ന് ടിക്കറ്റൊക്കെ എടുത്തിട്ട് മെല്ലെ ഇങ്ങനെ നടന്ന് കയറിക്കൊണ്ടിരിക്കുക. ജീപ്പിന് കയറായിരുന്നു, പക്ഷേങ്കിൽ ഒരു എക്സ്പീരിയൻസ് ആവട്ടെ വെച്ചിട്ട് നടക്കാൻ തീരുമാനിച്ചു. ഞാനുകുട്ടനും വിസ്മയ അങ്ങനെ നടന്നു പോകുന്നുണ്ട്. കണ്ടാ, ഇവിടെ ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഞാനും അവളും ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. കൊള്ളാം, അടിപൊളിയാണ്. നല്ല കോട ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ജൂൺ മന്ത് ആയതുകൊണ്ട് തന്നെ നല്ല അത്യാവശ്യം കോട ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. വീഡിയോയിൽ കാണാം നിങ്ങൾക്ക്. അപ്പോൾ ഇനി ഏകദേശം ഒരു 950 1 കിലോമീറ്ററോളം മേലേക്ക് നടക്കാനുണ്ട്. അപ്പോൾ നമ്മളെ പ്രൈവറ്റ് വണ്ടികളൊന്നും കടത്തി വിടില്ല. ഒന്നുമില്ലെങ്കിൽ താഴ്ന്ന് ടിക്കറ്റ് എടുത്തിട്ട് ജീപ്പ് എടുത്തിട്ട് ജീപ്പിൽ വേണം കയറാൻ. ജീപ്പിൻ്റെ പ്രൈസ് എങ്ങനെയാണെന്ന് ചോദിച്ചില്ല, ഞങ്ങൾ ടിക്കറ്റ് മാത്രമേ എടുത്തുള്ളൂ. യാനുകുട്ടിന് താഴ്ന്ന് ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ നേരത്തെ ഒരു കൊച്ചിൻ്റെ കയ്യിൽ ഒരു പമ്പരം കണ്ട്. അപ്പോൾ ആ കടയിൽ നിന്ന് അവനൊരു പമ്പരം വേണമെന്ന് പറഞ്ഞ് വാങ്ങിക്കെടുത്ത്. നല്ല കാറ്റായും കൊണ്ട് നല്ല കറക്കാ പമ്പരം. അതിലാണ് കളിയാശൻ. നോക്കട്ടെ പമ്പരം, നോക്കട്ടെ അപ്പം നോക്കട്ടെ പമ്പരം കറക്റ്റ് ആണോ? എൻ്റെ മോനെ, താഴെ ആ കാണുന്നതാണ് പാർക്കിങ്. അവിടം വരെ വണ്ടി ഉള്ളൂ. അവിടുന്ന് ടിക്കറ്റ് എടുത്ത് ഇങ്ങോട്ട് നടക്കണം. എന്താണ്, നല്ല രസമുണ്ടോ? സൂപ്പറാണോ? ഇതേതാ കള്ള. മുറുക്കി പിടിച്ചോട്ടാ പമ്പരം, പറന്ന് പോണ്ട. കുട ചൂടിക്കോ, കാറ്റ് അധികം അടിച്ചാൽ കുട പറന്നങ്ങ് പോവും. ഓടി കയറിയിട്ടേ മേലെത്തുമ്പോഴത്തേനും നായ അണയ്ക്കുന്നാലും അണക്കി കേട്ടോ. വെള്ളമില്ല, വെള്ളം എടുക്കാൻ മറന്നുപോയി, വണ്ടിയിൽ വെച്ചിട്ട് വന്ന്. പക്ഷേ എൻ്റെ മോളെ കൊള്ളാം, നോക്കണ്ണ സൂപ്പറല്ലേ. അങ്ങനെ ഇവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ അങ്ങ് എടുത്ത് കാണിച്ചു തരാം. വീഡിയോയിൽ ഞാൻ കാണിക്കാം. എടുത്ത ഫോട്ടോസൊക്കെ ഞാൻ കാണിക്കാം. ക്യാമറ എടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിലുള്ളത് DJIൻ്റെ ആക്ഷൻ 4 എന്ന് പറഞ്ഞ ആക്ഷൻ ക്യാമറയാണ്. അപ്പോൾ അതിനകത്തും കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. ഞാനുകുട്ടാ പിടിച്ച് പപ്പ പിടിച്ച് ഓടിക്കോ. അയ്യോ തളന്ന്, ഞാനിട്ടും തളന്ന് എന്നാ ഇല്ലേ. ഞാനുകുട്ടം മടുത്ത്, പമ്പരം കറക്കി പോകാൻ മടുത്ത്. ലാസ്റ്റ് എൻ്റെ തോന്നി ഒരു വണ്ടി ഉണ്ട് കയ്യിൽ. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ കൂടെ ഇതിൽ കൂടെ ഇങ്ങനെ വണ്ടി ഉരുട്ടിക്കൊണ്ട് കളിക്കുക. ഇത്രയും നേരം ആ വണ്ടി ഉരുട്ടാനൊരു സ്ഥലമില്ലായിരുന്നു. ഇപ്പോൾ ഇത് കിട്ടിയപ്പോൾ പമ്പരം തന്നെ. യാനൂട്ടിന് മേലെത്താനായപ്പോൾ യാനൂട്ടിന് നടക്കാൻ വയ്യാണ്ടായി. വെള്ളം എടുത്തിട്ടില്ല. ജീപ്പ് എടുത്താൽ മതിയായിരുന്നു. ഒരു ആവേശപ്പുറത്ത് നടക്കാമെന്ന് വിചാരിച്ചാൽ കുഴപ്പമില്ല. പക്ഷേങ്കിൽ യാനൂട്ടൻ നടന്നു. അപ്പോൾ അവനെ എടുത്തിട്ട് നടക്കൽ റിസ്ക്കാണ്. കുറച്ച് ഞാനെടുത്ത്, കുറച്ച് അവളെടുക്കുന്നു. അയ്യോ കണ്ണ ഇറങ്ങി നടക്കണ്ണ. മമ്മയ്ക്ക് വയ്യ കുട്ടീനെ എടുത്ത് നടക്കാൻ വയ്യ മമ്മയ്ക്ക്. അതെന്താ യാനൂട്ടിന് എന്താ പറ്റിയേ? യാനൂട്ടിന് എന്താ പറ്റിയേ? വയ്യേ? എന്ത് പറ്റി?
അതെന്താ വഹിക്കാത്ത? ഇറങ്ങി നടക്കടാ അവിടെ. എൻ്റെ അമ്മേ, കുഴപ്പമൊന്നുമില്ല. ദാഹിക്കുന്നുണ്ട്. വെള്ളം എടുക്കാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ദാഹിക്കുന്നുണ്ട്. പകുതി എത്തിയപ്പോഴാണ് വെള്ളം എടുത്തില്ല എന്ന് ഓർത്തെ. പിന്നെ തിരിച്ചിറങ്ങി ആ കയറ്റം പിന്നെയും കയറാൻ പറ്റുക. പിന്നെ ഇങ്ങനെ നടന്നു കയറി. എൻ്റെ അമ്മ, ഞാനുകുട്ടൻ നടന്നാൽ പ്രശ്നമില്ല. ഞാനുകുട്ടൻ നടക്കടാ, നടക്കടാ. ഏകദേശം മേലെത്തി കഴിഞ്ഞപ്പോൾ ഇവിടെ ചെറിയൊരു ബെഞ്ചുണ്ട്. കടകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഞങ്ങൾ വിചാരിച്ച് പെട്ടുപോയിന്ന് വെള്ളം കുടിക്കാനൊക്കെ. ഇവിടെ ചെറിയ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ പ്രശ്നം? സർബത്താണ് അണ്ണ. എന്താ എൻ്റെ പേര് അണ്ണ? സർബത്തോ? സർബത്താണോ? ഇഷ്ടപ്പെട്ടോ? ദാഹിച്ചു പോയോ? ക്ഷീണിച്ചു പോയോ? എന്താ അവിടെ? എന്താ ചോടാണോ? കുറച്ച് കുടിച്ചാൽ കേട്ടോ. നാരങ്ങ കുടിച്ച് ഇറങ്ങാൻ നോക്കുമ്പോഴത്തേനും നല്ല മഴ, പെരും മഴ പെയ്തു. കുറേ പേര് പകുതി ഒഴിക്കുന്ന ഓടി വരുന്നുണ്ട്. കുടയുണ്ട്, പക്ഷേ ഹൈറ്റ് കൂടുതലല്ലേ. ഇനിയിപ്പോൾ മഴ കഴിഞ്ഞിട്ട് പോകാമെന്ന് വെച്ച്. ഇത് ഇടിമിന്നലൊക്കെ അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. ഇടിമിന്നൽ ഉള്ള സ്ഥലമാണ്, അടിക്കുന്ന സ്ഥലമാണെന്ന്. പിന്നെ മഴ കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ മഴ കുറഞ്ഞില്ല കേസ്. അപ്പോൾ ഇവിടെ ചെറിയൊരു ഷെഡുണ്ട്, അതിൽ കയറി നിന്ന്. ആ കാണുന്നതാണ് നമ്മളെ ഇല്ലിക്കൽ കല്ല് മല. അങ്ങോട്ട് കുറേ പേര് സ്റ്റക്കായി നിൽപ്പുണ്ട്. ഞങ്ങളുടെ അടുത്ത് കുട മാത്രമേ ഉള്ളൂ, റെയിൻ ബോട്ടില്ല. അപ്പോൾ കുടയും കൊണ്ട് അങ്ങോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ പറന്ന് അപ്പുറത്തെ മലയിൽ പോകും. അമ്മാതിരി കാറ്റാ. അപ്പോൾ ഞങ്ങൾ കുറച്ചേരം ഇവിടെ നിൽക്കാമെന്ന് വിചാരിച്ചു. നോക്കട്ടെ മഴ കുറയുമെന്ന്. കോട്ടില്ലാണ്ട് കളിച്ച ഫ്രണ്ട്സ്, ഞാനുകുട്ടനൊരു ഞങ്ങൾക്ക് 3 ആൾക്കും റെയിൻകോട്ട് മേടിക്കാൻ പോയി താഴത്തുള്ള കടയിൽ. അപ്പോൾ അവിടെ വലിയ ആൾക്കാരുടെ റെയിൻകോട്ട് കഴിഞ്ഞു, കുഞ്ഞിൻ്റെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനുകുട്ടനൊരു റെയിൻകോട്ട് മേടിച്ച് അതിടാൻ പേടിയാന്ന് വെച്ച് പിന്നെ ഇട്ട്. എന്തിനാണ് നീ മഴത്തുന്നു? നീ എന്തിനപ്പോ നീ കോട്ടിട്ട് കാണാൻ? മഴയത്ത് നുറുക്കും കുന്നും കൊണ്ട് നടക്കാതെ കുത്തിത്തരാം നേരെ. നല്ല മഴ ചാറുന്നുണ്ട്. ഞാനിക്കുട്ടാ അയ്യോ, ഹായ് ഫ്രണ്ട്സ്, ഇത് ഭയങ്കര ഓഫ് റോഡിങ് ആണ്. ഹൈറ്റിൽ ഏകദേശം 2 അടി ഹൈറ്റിലൊക്കെ ഉള്ള സ്റ്റെപ്പുകളാണ്. കണ്ട കയറി വേണം. ഞാനും മാത്രമേ വന്നുള്ളൂ. അവൾ താഴ്ന്നേ, അവൾ നെഗറ്റീവ് അടിച്ച് കോട കാണാനാണോ മേലേക്ക് പോകുന്നതിന്. അപ്പോൾ ചെറിയ ഞങ്ങൾ രണ്ടും കശപിശയായി. അവൾ തെറ്റി താഴേക്ക് പോയി. അവിടെ താഴെ ചെറിയൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ അവിടെ പോയി നിന്ന് ഞങ്ങൾ മേലേക്ക് കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനുകുട്ടനെയും കൂട്ടി കയറി. നൈസാണ്, കൊള്ളാം, ഇഷ്ടപ്പെട്ടു. ഇനി കുറച്ചുകൂടി കയറാണ്ട്. കോടയാണ്, ഫുള്ള് വൈറ്റ് കോടയാണ്. പക്ഷേ അതൊരു എക്സ്പീരിയൻസ് ആണല്ലോ അല്ലേ വേനക്കുട്ടാ? നമ്മൾ മേലെ കയറല്ലേ. കുട്ടി ഇതൊക്കെ കയറുമോ? കുട്ടിക്ക് ഇതൊക്കെ പ്രശ്നമല്ലോ, ഇഷ്ടമല്ലേ? ഞാനുകുട്ടിന് ഇതൊക്കെ ഇഷ്ടമല്ലേ? കണ്ട കുറച്ച് ചളി ഉണ്ടെങ്കിൽ പിളിപിളിന്നാക്കി പോയിക്കോളൂ. അയ്യേ അയ്യ അയ്യ, മതി 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 കണ്ണ. ഞാനുകുട്ടനും പപ്പയും അങ്ങനെ മേലെ എത്തി. ഞങ്ങൾ രണ്ടും മാത്രമേ ഉള്ളൂ ഇവിടെ. ഞാനുകുട്ടൻ കല്ലെറിയൽ, വെള്ളത്തിൽ തോണ്ടൽ,
ഓല വലിക്കൽ. ഈ ഓല കുറച്ച് മൂർച്ചയുള്ള ഷാർപ്പ് എഡ്ജ് ഓലേൻ്റെ. അപ്പോൾ കൈ മുറിയേ, ഭാഗ്യത്തിന് കൈ മുറില്ല. കൈ മുറിഞ്ഞോ? ആ, അപ്പോൾ പറഞ്ഞ കൊണ്ടല്ലേ കൈ മുറിയാത്ത. ഇഷ്ടപ്പെട്ടോ കുട്ടിക്ക് സ്ഥലം? സ്ഥലം ഇഷ്ടപ്പെട്ടോ? സൂപ്പറാണോ? ഓക്കെ. കൂക്ക് കണ്ടാ? സൂപ്പർ. പപ്പ പറയുമ്പോൾ കൂവണേ, പപ്പ പറയുമ്പോൾ കൂവണേ. നോക്കിയോ, റെഡി 1 2 3 സ്റ്റാർട്ട്. കൂവ്. ഇടക്കള്ള. അപ്പോൾ ഗൈസ് ഞങ്ങൾ തിരിച്ചിറങ്ങാൻ പോവാണ്. കോട നല്ലോണം കയറി തുടങ്ങുന്നത്. കോട ഇങ്ങനെ മിനിറ്റുകൾ ഇപ്പോൾ വീണേനെ. ഓരോ മിനിറ്റിൽ ഇങ്ങനെ ക്ലൈമറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ പെട്ടെന്ന് ഇനി മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളിൽ കുടയും ഇല്ല കോട്ടും ഇല്ല, രണ്ടും അവളെ കയ്യിലുള്ള. അപ്പോൾ നനഞ്ഞ് പിണ്ടിയാവും. അയ്യോ വെള്ളം. അപ്പം എടുക്കട്ടെ, അങ്ങോട്ട് എടുക്കട്ടെ. വെള്ളത്തിൽ ചവിട്ടണ്ട കേട്ടാ. ഇതിലിറങ്ങാം അല്ലേ? കുറേ പേര് അങ്ങോട്ട് കയറി പോകുന്നുണ്ട്. സമയം ഏകദേശം 12:15. അപ്പോൾ ഞങ്ങൾ നെയ്സിൻ്റെ താഴേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഞാനിക്കൂട്ടാ നോക്കി ഇറങ്ങണേ, പപ്പൻ്റെ കൈ മുറുക്കി പിടിക്കണേ കേട്ടോ. കുട്ടിക്ക് ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ പോകുന്നേ? സൂപ്പറാ. റെഡി 1 2 3 സ്റ്റാർട്ട്. ഗുഡ് ബോയ്. ഗുഡ് ബോയ് അല്ലേ? ഗുഡ് ബോയ്. അപ്പൻ്റെ ഗുഡ് ബോയ് ആണോ? അപ്പൻ്റെ ഗുഡ് ബോയ് ആണോ അത്? അയ്യോ നിൽക്കുകണ്ണാ, ഇവിടെ പാറയാണേ, വഴുതു കേട്ടോ. പപ്പ ആദ്യം താഴേക്കൊന്ന് ഇറങ്ങട്ടെ. പപ്പ പിടിക്കാവേ, പപ്പ പിടിക്കാം. ഓക്കെ ഓക്കെ, ബാ നിൽക്കാ. ഇല്ല ബാ. റെഡി 1 2 3. അയ്യേ അയ്യ 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 അയ്യ